ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു വെനീസ് അക്കാഡമി. നമ്മൾ ഇന്ന് ട്രാൻസ്ഫോമറിന്റെ പാർട്ട് 2 10 MCQs ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് an ammeter in the secondary of a 100 bar 10 volt transformer reads 10 ampere, what should be the current in primary? ട്രാൻസ്ഫോമറിന്റെ വോൾട്ടേജ് റേറ്റിംഗ് തന്നിട്ടുണ്ട്. പ്രൈമറി 100 വോൾട്ട്, സെക്കൻഡറി 10 വോൾട്ട്. കറണ്ട് തന്നിട്ടുണ്ട്, സെക്കൻഡറിയിലെ കറണ്ട് അല്ലെ 10 ആംപിയർ. പ്രൈമറിയിലെ കറണ്ട് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് 1 ആംപിയർ, 2 ആംപിയർ, 10 ആംപിയർ, 100 ആംപിയർ. ഇപ്പോൾ ബേസിക് നമ്മൾ പഠിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ K ഈക്വൽ ടു നമ്മൾ എങ്ങനെയാ പഠിക്കുന്നത്? വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഈക്വൽ ടു V2/V1, ദാറ്റ് അഗൈൻ ഈക്വൽ ടു N2/N1, ദാറ്റ് അഗൈൻ ഈക്വൽ ടു I1/I2. ഈ ഒരു റിലേഷൻ യൂസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കറന്റ് പ്രൈമറി കിട്ടും. അതായത് നമുക്ക് V2/V1 ഈക്വൽ ടു I1/I2 എന്ന് എടുക്കുകയാണെങ്കിൽ V2/V1 ഈക്വൽ ടു I1/I2. അപ്പൊ അതിന്റെ അർത്ഥം നമുക്ക് വേണ്ടത് ഏതായിരുന്നു? I1 അല്ലേ? I1 ഈക്വൽ ടു എന്താണ്? I2 ഇൻറ്റു V2/V1. I2ന്റെ വാല്യൂ 10 ആംപിയർ, V2ന്റെ വാല്യൂ 10. പ്രൈമറിയിലെ വോൾട്ടേജ് എത്രയാണ്? 100/100 1 ആംപിയർ. ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, auto transformer makes effective saving on copper and copper losses when? Options are: its transformation ratio is less than 1, its transformation ratio is equal to 1, transformation ratio is greater than 1, transformation ratio is nearly 1. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഓട്ടോ ട്രാൻസ്ഫോമറിൽ സേവിങ്സ് ഓഫ് കോപ്പർ, അതായത് നമ്മുടെ സാധാരണ 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിൽ നിന്നും ഓട്ടോ ട്രാൻസ്ഫോമറിനുള്ള വ്യത്യാസം എന്താണ്? അവിടെ ഒരു കോമൺ വൈൻഡിങ്ങിന്റെ തന്നെ കുറച്ച് പോർഷൻ നമ്മൾ പ്രൈമറിയോ സെക്കൻഡറിയോ ആയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ, നമ്മുടെ സാധാരണ ട്രാൻസ്ഫോമർ പറയുന്നതിനേക്കാളും കോപ്പറിന്റെ സേവിങ്സ് വരുന്നുണ്ട്. അത്രയും കോപ്പറിന്റെ ആവശ്യം നമുക്ക് അവിടെ ഇല്ല. അപ്പോൾ എഫിഷ്യൻസി കൂടുതലാണ്, കോപ്പർ സേവിങ്സ് ഉണ്ട്, ബെറ്റർ വോൾട്ടേജ് റെഗുലേഷൻ. ഈ പറഞ്ഞതൊക്കെയാണ് ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ അഡ്വാൻറ്റേജ്. ഏതൊക്കെയാണ്? 3 അഡ്വാൻറ്റേജ് ആണുള്ളത്. ഹയർ എഫിഷ്യൻസി, better voltage regulation and also savings of copper. അപ്പൊ ഈ പോർഷനിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കോപ്പർ ലോസ് കുറയ്ക്കാൻ പറ്റുന്നതും അല്ലെങ്കിൽ കോപ്പർ സേവിങ്സ് എഫക്റ്റീവ് ആകുന്നത് എപ്പോഴാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഓട്ടോ ട്രാൻസ്ഫോമറിൽ പവർ ട്രാൻസ്ഫർ ചെയ്യുന്നത് 2 രീതിയിലാണ്, കണ്ടക്ഷൻ വഴിയും ഇൻഡക്ഷൻ വഴിയും. നമ്മുടെ സാധാരണ 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിൽ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ വഴിയാണ് പവർ ട്രാൻസ്ഫർ ചെയ്യുന്നത് പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക്. ഇവിടെ അതേപോലെ ഇൻഡക്ഷൻ നടക്കുന്നുണ്ട്. അത് കൂടാതെ ഇവർ തമ്മിൽ ഇലക്ട്രിക്കൽ കണക്ഷൻ വരുന്നത് കൊണ്ട് തന്നെ കണ്ടക്ഷൻ വഴിയും പവർ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഒരു കോമൺ വൈൻഡിങ്, ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഇപ്പൊ ഞാൻ സ്റ്റെപ്പ് ഡൗൺ കാണിച്ചു തരാം. ഇത് ഫുൾ പോർഷൻ നമ്പർ ഓഫ് ടേൺസ് N1 ആണ്. ഇവിടുത്തെ ഫുൾ വോൾട്ടേജ് V1 ആണെന്ന് വെച്ചോ. ഇതാണ് പ്രൈമറി. ഇതിന്റെ തന്നെ കുറച്ച് പോർഷൻ നമ്മൾ ടാപ്പ് ചെയ്തെടുത്തിട്ട് ഇതാണ് നമ്മുടെ സെക്കൻഡറി പോർഷൻ ആയിട്ട് വരുന്നത്. ഇവിടുത്തെ വോൾട്ടേജ് ആയിരിക്കും സെക്കൻഡറി വോൾട്ടേജ് അല്ലെ. അപ്പൊ ഇവിടെ എങ്ങനെ കോപ്പർ സേവിങ് എങ്ങനെയാ വന്നതെന്ന് മനസ്സിലായല്ലോ. അതുപോലെ ഇവിടെ ഈ പ്രൈമറി സെക്കൻഡറി തമ്മിൽ കോൺടാക്റ്റിൽ വരുന്നത് കൊണ്ട് തന്നെ കണ്ടക്ഷൻ ഉണ്ട്, അതായത് കറണ്ട് നേരെ പാസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ പവർ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് എങ്ങനെ? കണ്ടക്ഷൻ വഴി. ഇനി പവർ, അപ്പൊ നമുക്ക് പറയാം പി ഔട്ട് ഈക്വൽ ടു P out in auto transformer, power output equal to power transferred conductively plus power transferred inductively. ഇനി ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. K ഈക്വൽ ടു V2/V1, ദാറ്റ് അഗൈൻ ഈക്വൽ ടു I1/I2 അല്ലെ. അപ്പൊ ഇവിടെ അതിനൊരു പവർ ട്രാൻസ്ഫേർഡ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് K ഇൻറ്റു പവർ ഇൻപുട്ട് ആയിരിക്കും. ഇൻപുട്ട് പവർ എന്ന് പറയുന്നത് V1 I1. ഇൻപുട്ട് പവർ V1 I1 ആണെങ്കിൽ കണ്ടക്ടിവിറ്റി ഔട്ട്പുട്ട് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് K ഇൻറ്റു P ആയിരിക്കും.
അതുപോലെ ഇൻഡക്റ്റീവ്ലി ട്രാൻസ്ഫർ ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് 1 - k ടൈംസ് പി എന്നായിരിക്കും. ഇവിടെ രണ്ട് സ്ഥലത്തും പി എന്ന് പറയുന്നത് ഇൻപുട്ട് പവർ ആണ്. അപ്പൊ ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ളതാണ്. ഇനി സേവിങ്സ് ഓഫ് കോപ്പർ, നമ്മൾ സാധാരണ ഓർഡിനറി ട്രാൻസ്ഫോമറിലെ കോപ്പറിന്റെ വെയിറ്റ് WO എന്ന് എടുക്കുകയാണെങ്കിൽ, അതുപോലെ ഓട്ടോ ട്രാൻസ്ഫോമറിലെ കോപ്പറിന്റെ വെയിറ്റ് WA എന്ന് എടുക്കാന്ന് വെച്ചു. WA ഈസ് വെയിറ്റ് ഓഫ് കോപ്പർ ഇൻ ഓട്ടോ ട്രാൻസ്ഫോമർ. അപ്പോൾ നമുക്കത് കിട്ടുന്നത് ആ റിലേഷൻ ഇങ്ങനെയാണ്, 1 - k × WO. അപ്പൊ ഇത് ശ്രദ്ധിക്കണം, വെയിറ്റ് ഓഫ് കോപ്പർ ഇൻ ഓട്ടോ ട്രാൻസ്ഫോമർ ഈക്വൽ ടു 1 - k ടൈംസ് വെയിറ്റ് ഓഫ് കോപ്പർ ഇൻ ഓർഡിനറി ട്രാൻസ്ഫോമർ. ഇനി കോപ്പർ സേവിംഗ് ആണ് ചോദിക്കുന്നതെങ്കിൽ, കോപ്പർ സേവിംഗ് എത്രത്തോളം പെർസെന്റേജ് ആണെന്ന് ചോദിക്കുകയാണെങ്കിൽ, കോപ്പർ സേവിംഗ് ഈക്വൽ ടു k ടൈംസ് WO, വെയിറ്റ് ഓഫ് കോപ്പർ ഇൻ ഓർഡിനറി ട്രാൻസ്ഫോമർ. അതിനെ നമ്മൾ k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അത്രയും ആയിരിക്കും സേവിങ്സ് വരുന്നത്, കോപ്പർ സേവിങ് വരുന്നത്. അപ്പൊ ഇത്രയും ഇക്വേഷൻസ് ഓട്ടോ ട്രാൻസ്ഫോമറിന്റെ പോർഷനിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഇവർ ചോദിച്ചിരിക്കുന്നത് കോപ്പർ ലോസ്, കോപ്പർ സേവിങ്സ് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് കിട്ടുന്നത് ഏത് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോയിലാണെന്ന്. അപ്പൊ നമുക്കത് മനസ്സിലാവും, കെയുടെ വാല്യൂ 1 ആകുമ്പോഴല്ല, നിയർലി 1 ആകുമ്പോഴാണ് നമുക്ക് അത്രത്തോളം സേവിങ്സ് കിട്ടുന്നത് അല്ലെ. ഇവിടെ ഓപ്ഷൻ ഡി ഈസ് റൈറ്റ് ആൻസർ. Third question, a delta star transformer works satisfactorily on option A, balanced load only, option B, unbalanced load only, C, balanced as well as unbalanced loads, D, none of these. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനില് ഡെൽറ്റ സ്റ്റാർ ട്രാൻസ്ഫോമർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോമർ ചോദിച്ചാലും നമുക്ക് ആൻസർ എങ്ങനെ പറയാം, അത് അൺബാലൻസ്ഡ് കേസിലും സാറ്റിസ്ഫാക്ടറി ഓപ്പറേഷൻ തന്നെയാണ് സ്റ്റാർ ഡെൽറ്റ ട്രാൻസ്ഫോമറിന്റെ അല്ലെങ്കിൽ ഡെൽറ്റ സ്റ്റാർ ട്രാൻസ്ഫോമറിന്റെ. കാരണം തേർഡ് ഹാർമോണിക് കമ്പോണൻസ് ഒക്കെ കൊണ്ട് ഉണ്ടാകുന്ന സർക്കുലേറ്റിംഗ് കറൻസ് ഈ ഡെൽറ്റ കണക്ഷനിൽ തന്നെ കിടന്ന് അങ്ങ് കറങ്ങിക്കോളും, അത് വേറെ എങ്ങോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു ഡെൽറ്റ സ്റ്റാർ ട്രാൻസ്ഫോമർ സാറ്റിസ്ഫാക്ടറിലി വർക്ക് ചെയ്യുന്നത് ബാലൻസ്ഡ് ലോഡിലും വർക്ക് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ അൺബാലൻസ്ഡ് ലോഡിലും വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ബാലൻസ്ഡ് ആസ് വെൽ ആസ് അൺബാലൻസ്ഡ് ലോഡ്സ്. ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ. ഫോർത്ത് ക്വസ്റ്റ്യൻ, which of the following parameters is treated as the most important point to keep under constant during the operation of a transformer? ട്രാൻസ്ഫോമറിന്റെ ഓപ്പറേഷൻ സമയത്ത് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഈ കൂട്ടത്തിൽ ആരെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കോപ്പർ ലോസ്, ഓപ്ഷൻ ബി ടെമ്പറേച്ചർ, ഓപ്ഷൻ സി പ്രൈമറി വോൾട്ടേജ്, ഓപ്ഷൻ ഡി എക്സൈറ്റിംഗ് കറന്റ്. അപ്പൊ ഇതില് നമുക്ക് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ പറയാം, ടെമ്പറേച്ചർ ആണ് നമ്മൾ എന്താ കൂടുതൽ വേരിയേഷൻ വരുത്താതെ നിർത്തേണ്ടത്. കാരണം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അതിന്റെ ട്രാൻസ്ഫോമറിന്റെ ഓപ്പറേഷനെ കാര്യമായിട്ട് ബാധിക്കും. ട്രാൻസ്ഫോമർ ഓയിലിൽ ഒരുപാട് ടെമ്പറേച്ചർ ഒക്കെ കൂടിക്കഴിഞ്ഞാൽ ട്രാൻസ്ഫോമർ ഓയിലിൽ നിന്ന് ഗ്യാസസ് ഒക്കെ ലിബറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ട്രാൻസ്ഫോമറിന്റെ ലൈഫിനെ തന്നെ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ കൂടുതൽ ട്രാൻസ്ഫോമർ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ട്രാൻസ്ഫോമറിന്റെ ലൈഫിനെ തന്നെ ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ട്രാൻസ്ഫോമറിനെ കൂൾ ചെയ്യാൻ വേണ്ടി കൂളിംഗ് ഫിൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എയർ കൂളിംഗ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ മോസ്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ടെമ്പറേച്ചർ ഈസ് റൈറ്റ് ആൻസർ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, കോർ ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സ് ആർ മോർ സ്യൂട്ടബിൾ ഫോർ ഓപ്ഷൻ എ ലോ വോൾട്ടേജ് ആൻഡ് ഹൈ ഔട്ട്പുട്ട്, ഓപ്ഷൻ ബി ഹൈ വോൾട്ടേജ് ആൻഡ് ലോ ഔട്ട്പുട്ട്, ഓപ്ഷൻ സി high voltage and high output, last option low voltage and low output. അപ്പോ നമുക്ക് ഈ കൂട്ടത്തില് ഓപ്ഷൻ ബിയും സിയും ഒറ്റയടിക്ക് എടുക്കാം. കാരണം എന്താന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത് ഹൈ വോൾട്ടേജിന് വേണ്ടിയാണ്. കാരണം കോർ ടൈപ്പ് ട്രാൻസ്ഫോമറിൽ ഹൈ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് ഇൻസുലേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. വോൾട്ടേജ് കൂടുമ്പം അതിന് ഡൈലക്ട്രിക് സ്ട്രെങ്ത് കൂട്ടണം, അല്ലെങ്കിൽ ഇൻസുലേഷൻ ബ്രേക്ക് ആകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇൻസുലേഷൻ കൊടുക്കേണ്ടി വരും വൈൻഡിങ്ങിന്. അപ്പൊ അങ്ങനെ കൊടുക്കാൻ സൗകര്യം കോർ ടൈപ്പ് ട്രാൻസ്ഫോമറിലാണ്. കാരണം കോർ ടൈപ്പ് ട്രാൻസ്ഫോമറിൽ ലോ വോൾട്ടേജ് വൈൻഡിങ്
കോറിനടുത്ത് പ്ലേസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പോൾ HVക്കും കോറിനും ഇടയ്ക്ക് ഈ ലോ വോൾട്ടേജ് തന്നെ ഒരു ഇൻസുലേഷൻ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കോർ ടൈപ്പ് ട്രാൻസ്ഫോമറിൽ നമുക്ക് ഇൻസുലേഷൻ കൊടുക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഹൈ വോൾട്ടേജിന്റെ കേസ് വരുമ്പോഴത്തേക്കും കോർ ടൈപ്പ് ആണ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. അത് മാത്രമല്ല അയൺ ലോസ് കുറക്കണമെന്നുണ്ടെങ്കിൽ, അയൺ ലോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എഡി കറന്റ് ലോസും ഹിസ്റ്ററിസിസ് ലോസും കൂടെ വരുന്നതാണ് അയൺ ലോസ്. ഈ ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്ന കമ്പോണന്റ് കൂടുന്നതനുസരിച്ച് അയൺ ലോസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഫ്ലക്സ് ഡെൻസിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ അത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഇതിന്റെ കോറിന്റെ ഏരിയ കൂട്ടുക എന്നുള്ളതാണ്. അപ്പൊ തിക്കർ കോർ യൂസ് ചെയ്ത് അയൺ ലോസ് കുറയ്ക്കാനുള്ള ഒരു പ്രൊവിഷനും കോർ ടൈപ്പ് ട്രാൻസ്ഫോമറിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഓർത്തിരിക്കുക, കോർ ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സ് ആർ മോർ സ്യൂട്ടബിൾ ഫോർ എന്ന് ചോദിച്ചാൽ ഹൈ വോൾട്ടേജ് ആൻഡ് ലോ ഔട്ട്പുട്ട് ആപ്ലിക്കേഷൻസ്. 6th question. Stranded conductors in transformer are used primarily. Options: to reduce eddy currents, to take heavy current, to give flexibility to the conductor. None of these. Stranded conductors നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്നാണ്. അപ്പം ഇതിന്റെ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള നമുക്ക് ചൂസ് ചെയ്യാവുന്നത് ഓപ്ഷൻ സി ആണ്. കാരണം ഒറ്റ കണ്ടക്ടർ, തിക്ക് കണ്ടക്ടർ ആണെങ്കിൽ നമുക്ക് ഫ്ലെക്സിബിൾ അല്ലായിരിക്കുമല്ലോ. സ്റ്റാൻഡേർഡ് കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വൈൻഡ് ചെയ്യാനൊക്കെ കുറച്ചുകൂടി എളുപ്പമുണ്ട്. അപ്പോൾ ടു ഗിവ് ഫ്ലെക്സിബിലിറ്റി ടു ദ കണ്ടക്ടർ വി ആർ യൂസിങ് സ്റ്റാൻഡേർഡ് കണ്ടക്ടേഴ്സ്. 7th question. A 100 kVA transformer has full load copper loss of 1600 watt and iron loss of 900 watt. It will have maximum efficiency for a load of dash kVA. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഫുൾ ലോഡ് കോപ്പർ ലോസും അയൺ ലോസും ആണ്. മാക്സിമം എഫിഷ്യൻസി എന്താന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്തിന്റെ ബേസിലാണെന്ന് വെച്ചാൽ, നമുക്ക് ട്രാൻസ്ഫോമറിന് മാക്സിമം എഫിഷ്യൻസി ഉണ്ടാകുന്നത് അയൺ ലോസും കോപ്പർ ലോസും ഈക്വൽ ആകുന്ന കണ്ടീഷനിലാണ്. അപ്പോൾ ട്രാൻസ്ഫോമർ ഹാവ് മാക്സിമം എഫിഷ്യൻസി വെൻ അയൺ ലോസ് ഈക്വൽ ടു കോപ്പർ ലോസ്. അപ്പൊ അതിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് KVA at maximum efficiency equal to full load KVA into root of iron loss by copper loss. Full load KVA into root of iron loss by full load copper loss. ഇവിടെ ഫുൾ ലോഡ് KVA ആണ് 100 kVA തന്നിരിക്കുന്നത് അല്ലെ. കോപ്പർ ലോസും ഡയറക്റ്റ് എന്താണ് 1600 വാട്ട് ഫുൾ ലോഡ് കോപ്പർ ലോസ് എന്നും പറഞ്ഞാൽ തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നേരിട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇപ്പൊ നമുക്ക് ഫുൾ ലോഡ് KVA എത്രയാണ്? 100 ഇൻറ്റു റൂട്ട് ഓഫ് അയൺ ലോസ് എത്രയാണ്? അയൺ ലോസ് 900 ആണ്. 900 ഡിവൈഡഡ് ബൈ 1600. ഇപ്പൊ ഇവിടെ ഇത് ക്യാൻസൽ ആയി പോയി. റൂട്ടിന് വെളിയിൽ വരുമ്പോൾ ഇതെന്താവും? 100 ഇൻറ്റു റൂട്ട് 9 3, റൂട്ട് 16 4 അല്ലെ. അപ്പൊ 3/4 എന്ന് വരും. ഈ 100ഉം 4ഉം കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 25 വരത്തില്ലേ. അപ്പോൾ 25 ഇൻറ്റു 3 75 kVA. നമ്മുടെ ഓപ്ഷനിൽ 75 kVA ഉണ്ടല്ലോ. 100 56.2 75 133.3. ഓപ്ഷൻ സി ഈസ് റൈറ്റ് ആൻസർ. 8th question. The commercial efficiency of a transformer is about. ട്രാൻസ്ഫോമറിന്റെ കൊമേഴ്ഷ്യൽ എഫിഷ്യൻസി ഏത് റേഞ്ചിൽ വരുമെന്നാണ്. ഓപ്ഷൻസ് ആർ 90%, 95%, 100%, 80%. ട്രാൻസ്ഫോമർ ഒരു സ്റ്റാറ്റിക് മെഷീൻ ആണ്. ട്രാൻസ്ഫോമറിന് റൊട്ടേറ്റിംഗ് പാർട്സ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ റൊട്ടേഷണൽ ലോസസ് അവിടെ ഇല്ല. നമുക്ക് 100% അടുത്ത് തന്നെയാണ് ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി എന്ന് പറയാം. അപ്പോൾ ഇവിടെ കുറച്ചുകൂടി 100% അടുത്ത് വരുന്നത് ഏതാണ്? 95% ആണ് അല്ലെ. അത് മാത്രമല്ല കൊമേഴ്ഷ്യൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് 95% ആയിട്ടാണ്. സോ ഓപ്ഷൻ ബി ഈസ് റൈറ്റ് ആൻസർ. 9th question. The all-day efficiency of a distribution transformer will be high with low copper loss, iron loss, operating temperature, copper as well as iron loss. All-day efficiency distribution transformer high ആകുന്നത് എപ്പോഴാണെന്നാണ് ക്വസ്റ്റ്യൻ. all-day efficiency distribution transformer കേസിൽ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ നോ ലോഡ് കണ്ടീഷൻ ഒരിക്കലും വരില്ല. എന്നാൽ പോലും ഒരു 30 to 40% ലോഡൊക്കെ വരുന്നുള്ളൂ സെക്കൻഡറി സൈഡിലെങ്കിൽ പോലും ആ സമയത്ത് അയൺ ലോസ് ആയിരിക്കും കൂടുതലും മികച്ചു നിൽക്കുന്നത് അല്ലെ. പ്രൈമറിയിലെ വോൾട്ടേജിനെ മാത്രമേ അയൺ ലോസ് ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ പ്രൈമറി വോൾട്ടേജ് കൂടുന്നതനുസരിച്ച് അയൺ ലോസ് കൂടും. അപ്പൊ അയൺ ലോസും ഉണ്ട്, അതുപോലെ തന്നെ ലോഡഡ് ആകുന്ന സമയത്ത് കോപ്പർ ലോസും വരുന്നുണ്ട് അല്ലെ. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് ആണ്.
എഫിഷ്യൻസി മാക്സിമം ആകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ലോസസ് മിനിമം ആകണം. അപ്പോൾ കോപ്പർ ലോസ് മാത്രമല്ല, അല്ലെങ്കിൽ അയൺ ലോസ് മാത്രമല്ല, രണ്ടും എന്താകണം, മിനിമം ആകണം. സോ നമുക്ക് എന്ത് പറയാം, ട്രാൻസ്ഫോമർ വിൽ ഹാവ് മാക്സിമം എഫിഷ്യൻസി അല്ലെങ്കിൽ മാക്സിമം ഓൾ ഡേ എഫിഷ്യൻസി വെൻ copper and iron losses are low. So option D is right answer. Last question. The floats used in the Buchholz relay is operated by. Buchholz relay കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. Buchholz റിലേയിൽ 2 ഫ്ലോട്ട്സ് ഉണ്ട് അല്ലെ. ഞാൻ പറഞ്ഞായിരുന്നു ഇൻസിപ്പിയന്റ് ഫോൾസ്, ട്രാൻസ്ഫോമറിന്റെ അകത്തുണ്ടാകുന്ന ഫോൾസ് ഡിറ്റക്ട് ചെയ്യാനും ട്രിപ്പ് ചെയ്യാനും അല്ലെങ്കിൽ അലാം തരാനും ഒക്കെയാണ് നമ്മൾ Buchholz റിലേ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ Buchholz റിലേയിൽ എന്താണ് ആ ഫ്ലോട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സെൻട്രിഫ്യൂഗൽ സ്വിച്ച്, ഓപ്ഷൻ ബി മെർക്കുറി സ്വിച്ച്, ഓപ്ഷൻ സി അയൺ ക്ലോഡ് സ്വിച്ച്, ഓപ്ഷൻ ഡി ഫ്ലഷ് മൗണ്ടിങ് സ്വിച്ചസ്. അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്നത് മെർക്കുറി സ്വിച്ചസ് ആണ്. അതുപോലെ Buchholz റിലേ എന്ന് പറഞ്ഞൊരു ഗ്യാസ് ഓപ്പറേറ്റഡ് റിലേ ആണ്. Buchholz റിലേ ഇന്റേണൽ ഫോൾട്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റിലേ ആണ്. അതിന്റെ അകത്ത് ഫ്ലോട്ട്സ് കൺട്രോൾ ചെയ്യുന്നത് മെർക്കുറി സ്വിച്ചസ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇന്ന് 8ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ട്രാൻസ്ഫോമറിന്റെ 2ാമത്തെ പാർട്ടും കവർ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ വെനീസ് അക്കാഡമി എന്ന് പറയുന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. കാരണം MCQs ഡിസ്കസ് ചെയ്യുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നതിലൂടെയാണ് ശരിക്കും പുതിയ വീഡിയോസ് ഇടാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ് വെനീസ് അക്കാഡമി.